കുരുന്തമലയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി. അപ്പം ആളുടെ ഈ ഹൈറ്റും സൈസും കണ്ടിട്ട് ഞാനിങ്ങനെ നോക്കി, ഇങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ വന്നു. അപ്പോൾ ഈ ഭൂപാലൻ പെട്ടെന്ന് ഇയാളെ കൈ കാണിച്ച് നിർത്തി, തടഞ്ഞു നിർത്തി. സ്വാമി ഇங்கே സിദ്ധറുടെ സമാധി എங்கே ഇருக்கு, സിദ്ധർ എங்கே இருக்குன்னு ചോദിച്ചു. അപ്പം ഞാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ 2 കൈയിലും 6 വിരലാണ്. പെട്ടെന്ന് ഇദ്ദേഹം താഴേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ ഇവനോട് ചോദിച്ചു, ഉനക്ക് அந்த ആളെ തെരിയുമാ? ഇല്ല സ്വാമി. അപ്പോൾ ഞാൻ ചോദിച്ചു, அந்த ആൾ ഉന്നെ തെരിയുമാടാ? ഇല്ല. നീ മുന്നാടി പാത്തിരിക്ക? ഇല്ല. ഓടറ പിന്നാടി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ പിന്നാലെ ഓടി പോലും ഇല്ല കണ്ടെടുക്കാൻ. ഗുരുനാഥനെ വിളിച്ചു. അപ്പം ലക്ഷണമൊക്കെ പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞത് വ്യാഘ്രവാദ മഹർഷിയാണ്. തൊട്ടപ്പുറത്ത് ഒരു നാഗസന്യാസി താമസിക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ ഈ ആനയൊക്കെ ഇറങ്ങി വരുന്ന സ്ഥലത്ത് ഒരു കുടിൽ കെട്ടി താമസിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അന്ന് സ്വാമി പറഞ്ഞ ഒരു കാര്യമാണ് പിന്നീട് ജീവിതത്തിൽ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതി ആയിട്ട്. പലപ്പോഴും ഈ ദേവതാ ദർശനമൊക്കെ കിട്ടി എന്ന് പറയുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ കിട്ടുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങയുടെ ജീവിതത്തിൽ ദേവതാ ദർശനത്തിൻ്റെ അപ്പുറത്തേക്ക് ഈ സിദ്ധപുരുഷന്മാർ, അങ്ങനെ നമ്മുടെ നാട്ടിൽ നമ്മുടെ പാരമ്പര്യമായിട്ട് വന്നത് ഒരുപാട് സിദ്ധപുരുഷന്മാരെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും സിദ്ധപുരുഷന്മാരെ കാണാനോ അല്ലെങ്കിൽ അനുഭവിക്കാനോ സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ഇപ്പം ശരീരത്തോടു കൂടി ഇരിക്കുന്ന ഒരുപാട് സിദ്ധന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ലാതെ എനിക്ക് ഒരനുഭവം ഉണ്ടായത് ഈ തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏതാണ്ട് ഒരു 10-12 വർഷം മുമ്പ് അവിടെ ഒരു അമ്പലത്തിൽ പൂജ കഴിക്കുന്ന സമയം, അയ്യപ്പൻ കോവിൽ. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തും ഒക്കെ ആയിട്ടുള്ള എന്നേക്കാൾ ഒരുപാട് പ്രായമുള്ള നാരായണേട്ടൻ ഞങ്ങൾ വിളിക്കുന്ന പുതുശ്ശേരി നാരായണൻ നമ്പൂതിരി എൻ്റെ കൂടെ ഉണ്ട്. നമ്മുടെ കൂടെ അവിടുത്തെ ഒരു പയ്യൻ, ലോക്കൽ പയ്യനുണ്ട്, ഭൂപാലൻ എൻ്റെ പേര്. ഞങ്ങൾ 3 പേരും കൂടെ അവിടെ ഒരു പ്രസിദ്ധമായിട്ടുള്ളൊരു മുരുകൻ കോവിലുണ്ട് അവിടെ, നമ്മുടെ അതിൻ്റെ അടുത്ത് തന്നെ. കുറുന്തമല എന്നാണ് അതിൻ്റെ പേര്. കുറുന്തമല എന്ന് വെച്ചാൽ അതിനെ എലാബറേറ്റ് ചെയ്താൽ ഗുരു ഇരുന്തമല, അതായത് ഒരു സിദ്ധൻ സമാധിയായ സ്ഥലമാണ്. അത് വ്യാഘ്രപാദ മഹർഷിയുടെ വംശാവലിപ്പെട്ട ഭോഗരുടെ ശിഷ്യനായിട്ടുള്ള ഒരാളാണ്. വ്യാഘ്രപാദ മഹർഷി തന്നെയാണ്. വ്യാഘ്രപാദം എന്ന് പറയുമ്പം എല്ലായിടത്തും ഒരേ വ്യാഘ്രപാദരല്ല. വ്യാഘ്രപാദ മഹർഷിക്ക് ഈ പുലിപ്പാണി സിദ്ധർക്ക് പാരമ്പര്യമുണ്ട്. 1, 2, 3, 4 അതിലെല്ലാം അവരെല്ലാം വിളിക്കുന്നത് തന്നെ ഈ പുലിപ്പാണി തന്നെയാണ്. ഞാൻ ഈ ഭൂപാലൻ്റെ കൂടെ ഈ കുരുന്തമലയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി. അപ്പോൾ അവിടെ ഒരു സ്വാമി സമാധിയായ സ്ഥലത്തൊരു ശിവലിംഗമുണ്ട്. ഇപ്പുറത്ത് മുരുകൻ്റെ ഒരു അമ്പലമാണ്. അപ്പോൾ അവിടെ തൊഴുതിട്ട് ഈ സമാധി സ്ഥലത്ത് ഇരിക്കുമ്പം ഈ ഭൂപാലൻ ഒരു ചെറിയ കുട്ടികളെ പോലെയാണ്. അപ്പം സ്വാമി ഇവർ സിദ്ധർ പേശുവാറ, ഇവർ സംസാരിക്കുവോ, സിദ്ധൻ കാണുവോ, ഉണ്ണുവോ, ഉറങ്ങുവോ, ഇവരെപ്പടി ഇരിക്കും എന്നൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അപ്പം ഞാൻ സുമ്മാതിരിയടാ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ജപിക്കാനൊന്നും പറ്റുന്നില്ല ഇവൻ ഈ ചോദ്യം കാരണം. അപ്പോൾ ഇവൻ തൊന്തരമായപ്പം ഞാൻ അവിടുന്ന് പോയേക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പം അവിടെ എവിടെയോ ഒരു സിദ്ധൻ ഒരാളുണ്ട്, മലയിലുണ്ടെന്ന് പറഞ്ഞിട്ട് അതെവിടെയാണെന്ന് തപ്പി ഞങ്ങളിങ്ങനെ യാത്രയായി പുറകോട്ടിറങ്ങി. ഞങ്ങൾ പുറകോട്ടിറങ്ങി നിൽക്കുമ്പം ഇതെവിടെയാണെന്നിങ്ങനെ മഴ, ഇങ്ങനെ ഒരു മഴക്കാറൊക്കെ ഉണ്ട്. അപ്പം ആരോടെങ്കിലും ചോദിക്കാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ മലിനമായ വസ്ത്രത്തോട് കൂടിയിട്ട് ഒരു നമ്മുടെ ബാബു ആൻ്റണി കറുത്താൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ മുടി വളർത്തി അതേപോലെ ഇരിക്കുന്ന ഒരാൾ, ജുബ്ബ, കറുത്ത പോലത്തെ ഒരു മുഷിഞ്ഞൊരു ജുബ്ബ പോലൊരു വസ്ത്രം, ഒരു കറുത്തമുണ്ട്, സ്പീഡിൽ നടന്നു വരുന്നുണ്ട്. സ്പീഡിൽ കണ്ണൊക്കെ നല്ല തിളക്കമാണ് കണ്ണിനൊക്കെ. അപ്പം ആളുടെ ഈ ഹൈറ്റും സൈസും കണ്ടിട്ട് ഞാനിങ്ങനെ നോക്കി, ഇങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ വന്നു. അപ്പോൾ ഈ ഭൂപാലൻ പെട്ടെന്ന് ഇയാളെ കൈ കാണിച്ച് നിർത്തി, തടഞ്ഞു നിർത്തി. സ്വാമി ഇங்கே സിദ്ധറുടെ സമാധി എங்கே ഇருக்கு, സിദ്ധർ എங்கே இருக்குன்னு ചോദിച്ചു. ഉടനെ ഈ പുള്ളി, സിദ്ധറാ, എന്നാ സിദ്ധർ, നീ യാര്, എതുക്ക് എന്നെ കൈ കാട്ടിയേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളങ്ങ് ചൂടായി. ഞങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ആ ചോദ്യമൊക്കെ നമ്മളൊന്ന് പരിങ്ങി. പെട്ടെന്ന് ഈ പയ്യൻ പറഞ്ഞു, എതുക്ക് സ്വാമി നിങ്ങൾ ഇങ്ങനെ സണ്ട പോടുന്നത്, നമ്മ സുമ്മ കേട്ടെ, ഞങ്ങൾ ചോദിച്ചു എന്നേ ഉള്ളൂ, സ്വാമി വഴക്കെന്തിനാ പറയുന്നത് എന്ന് ചോദിച്ചു. തെരിയല്ല എന്നാ തെരിയല്ല എന്ന് സൊല്ലുങ്ക, തെരിഞ്ഞെന്നാ സൊല്ലുങ്ക എന്ന് പറഞ്ഞു.
പെട്ടെന്ന് ഇദ്ദേഹത്തിന് മുഖം അങ്ങ് മാറി. ഇദ്ദേഹം ഇവനെ ഇങ്ങനെ വട്ടം പിടിച്ചു, 2 കൈ കൊണ്ടും വട്ടം പിടിച്ചു. എന്നിട്ട് സൊല്ലട സമ്പി എന്നെ വേണം എന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ സ്വാമി ഇங்கே ഒരു സിദ്ധറുടെ സമാധി എങ്കിൽ ഇருக்கு. പെട്ടെന്ന് ഇദ്ദേഹം അങ്ങനെ നിർത്തിയിട്ട് പറയാം, സിദ്ധറാ ഇங்கே സിദ്ധറൊന്നും ഇല്ലപ്പാ. യാർ சொன்ன സിദ്ധർ, നിങ്ങൾ ആര് പറഞ്ഞു സിദ്ധറുണ്ടെന്ന്? ഇവിടെ സിദ്ധറൊന്നുമില്ല. മഴ വരപ്പോടെ നിങ്ങൾ അയ്യപ്പൻ കോവിലേക്ക് പോകും, ശീഘ്രം പോകും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ 2 കൈയിലും 6 വിരലാണ്. ഫങ്ഷനിങ് 6 വിരലുണ്ട്. 6 വിരലിലും ഒരു 1.5 ഇഞ്ചിന് മുകളിൽ നീളത്തിൽ നഖമുണ്ട്. ഈ കരടിക്കൊക്കെ ഉള്ളതുപോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള നഖം, കറുത്ത നഖം. ഞാനിത് കണ്ടിട്ട് ഇങ്ങനെ നോക്കി. അപ്പോൾ അതെങ്ങനെ ചിരിച്ചു, കണ്ണടച്ചു. അപ്പോൾ എൻ്റെ ധാരണ എന്താണെന്നറിയാമോ, ഈ ഭൂപാലിന് ഇയാളെ അറിയാം, ഇത് ലോക്കലാണല്ലോ. അപ്പം ഞങ്ങളെയും ഇയാൾക്കറിയാം, അമ്പലത്തിലാണെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ടാണല്ലോ അമ്പലത്തിലേക്ക് പോകാൻ പറഞ്ഞത്. എന്നിട്ട് ഇദ്ദേഹം പെട്ടെന്ന് നടന്നങ്ങ് പോയി. അപ്പോൾ ഇതൊരു ഇറക്കാണ്, ഇങ്ങനെ ടാർ ചെയ്ത റോഡാണ്, ഇങ്ങനെ ഇറങ്ങി പോവുകയാണ് താഴേക്ക്. ഇദ്ദേഹം താഴേക്ക് പോകുമ്പം ഇങ്ങനെ പകുതിയായിട്ട് ഡിസപ്പിയർ ചെയ്ത് പോകുന്നത് നമുക്ക് കാണാം. അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ വഴി ഇങ്ങനെ വഴി പോലെ 2ആയിട്ട് പിരിയാണ്. ആ 2 വഴിയും കണ്ണെത്താ ദൂരത്തോടെ നമുക്ക് കാണാം. പെട്ടെന്ന് ഇദ്ദേഹം താഴേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ ഇവനോട് ചോദിച്ചു, ഉനക്ക് അന്ത ആളെ തെരിയുമാ? ഇല്ല സ്വാമി. അപ്പോൾ ഞാൻ ചോദിച്ചു, അന്ത ആൾക്ക് ഉന്നെ തെരിയുമാടാ? ഇല്ല. നീ മുന്നാടി പാത്തിരിക്ക? ഇല്ല. പിന്നെ എപ്പടി തെരിഞ്ഞടാ അവർക്ക് അയ്യപ്പൻ കോവിൽ, നമ്മൾ അയ്യപ്പൻ കോവിൽ നിന്ന് വന്നതെന്ന് എപ്പടി തെരിഞ്ഞ്? അത് ശരിയാ സ്വാമി എന്ന് പറഞ്ഞു. അത് ശരിയാണല്ലോ, നമ്മളെ അറിയില്ല, നമുക്ക് അങ്ങേരെ അറിയില്ല, നമ്മൾ അയ്യപ്പൻ കോവിൽ നിന്ന് വന്നതെന്ന് പുള്ളി എങ്ങനെ അറിയും? ഓടറ പിന്നാടി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ പിന്നാലെ ഓടി. പൊടി പോലും ഇല്ല കണ്ടെടുക്കാൻ. അവിടെ ആളില്ല. എങ്ങോട്ട് പോയെന്ന് കണ്ടില്ല. കണ്ണെത്താ ദൂരത്ത് നമുക്ക് കാണാം. 2 വശത്തോട്ടും വഴി കാണാം. ഇവിടെ കാട്ടിലോട്ടൊന്നും കയറാൻ, കാടൊന്നും ഇല്ല ശരിക്ക്, പാറക്കെട്ടുകളാണ് മുഴുവൻ. അങ്ങ് പോയി. ഞാൻ പിന്നെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഗുരുനാഥനെ വിളിച്ചു. അപ്പം ലക്ഷണമൊക്കെ പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞത് വ്യാഘ്രവാദ മഹർഷിയാണെന്ന് പറഞ്ഞു. മഹാഭാഗ്യമായി, കാലെ പിടിക്കാൻ യോഗം കിട്ടിയോ? ഞാൻ പറഞ്ഞു ഇല്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പയ്യനെ കെട്ടിപ്പിടിച്ചു, അവൻ്റെ മഹാഭാഗ്യം എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം. അപ്പം വ്യാഘ്രപാദർ എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഈ കാലിൽ സാറിന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് കാലിൽ ഈ പുലിയുടെ കാല് പോലെ എന്നാണ്, പുലിപ്പാണി എന്നാണ് വിളിച്ചിരിക്കുന്നത്. പാണി കൈക്കും പാണിന്ന് തന്നെ പറയുന്നത്. അപ്പോൾ മരത്തിൽ അള്ളിപ്പിടിച്ച് കയറാൻ വേണ്ടി, പൂക്കൾ പറിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്, വരം ചോദിക്കുന്നത്. ഈ മൃഗങ്ങളെപ്പോലെ അള്ളിപ്പിടിച്ച് കയറാനുള്ള ശേഷി വേണമെന്ന് കഥയിലെങ്ങനെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കണ്ടപ്പോൾ ഇങ്ങനെ 6 വിരലും നിറയെ നഖവും ഒക്കെ ആയിട്ട് ഞാൻ കണ്ടു. നല്ല ഒരു തേജസ്വിയാണ്, പക്ഷേ നല്ലപോലെ കറുത്തിട്ട് വസ്ത്രമൊക്കെ ചെളി പിടിച്ച് ഒക്കെ ആയിട്ട് ആണ് കണ്ടത്. അത് കഴിഞ്ഞ് അവിടുന്ന് തൊട്ടപ്പുറത്ത് ഒരു നാഗസന്യാസി താമസിക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ ഈ ആനയൊക്കെ ഇറങ്ങി വരുന്ന സ്ഥലത്ത് ഒരു കുടിൽ കെട്ടി താമസിക്കുകയാണ്. അപ്പോൾ ആനയുടെ ചിഹ്നവിളി കേൾക്കുമ്പം സ്വാമി പറയും അത് സീത എന്നൊക്കെ പറയും, ആനയുടെ പേരൊക്കെ പറയും. പുള്ളി പേരൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് അദ്ദേഹത്തെ കണ്ടു. അപ്പം ഞാനിങ്ങനെ ഈ അനുഭവം പറഞ്ഞു. അപ്പോൾ പുള്ളി ചിരിച്ചിട്ട് പറഞ്ഞു, അത് തെരിയാതെ അതിങ്ങ കീഴല്ല സിദ്ധർ എന്ന് പറഞ്ഞു, താഴെ ഇരിക്കുന്ന സിദ്ധരാം വരുന്നതെന്ന്. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ സ്വാമി? ഞാൻ ദിനവും പാത്തിരിക്കാന്ന് പറഞ്ഞു. പൗർണമി എല്ലാ പൗർണമിക്കും അദ്ദേഹം അവിടെ മുകളിൽ വള്ളി ഗുഹയുണ്ട്. ഈ വള്ളി ഗുഹയിലേക്ക് അർദ്ധരാത്രി അദ്ദേഹം പോകും. അപ്പം ഈ നമ്മളെ സ്വാമിയുടെ അടുത്ത്, ഈ നാഗസ്വാമിയുടെ അടുത്ത്, അദ്ദേഹത്തിൻ്റെ പേര് നന്ദീശരവണഗിരി എന്നാണ്. ഈ നന്ദീശരവണ സ്വാമിയുടെ അടുത്ത് വന്നിട്ട് വാതിലിൽ വന്ന് തട്ടും. എന്നിട്ട് ചോദിക്കും അത്രേ, തമ്പി തൂങ്ങിയാച്ചാന്ന് ചോദിക്കുന്നു. ഇല്ല സ്വാമി എന്ന് പറയുമ്പോൾ പടുത്ത് തൂങ്ങടാ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അപ്പം ഞാൻ ചോദിച്ചു സ്വാമി എങ്ങനെയാണ് അദ്ദേഹം ഇരിക്കുന്നത്? അപ്പം ഞാനീ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു, ലക്ഷണം പറഞ്ഞു. കയ്യിൽ വടി ഉണ്ടാവുന്നു, വടിയുടെ മുകളിലൊരു പ്രാവ് ഇരിക്കുന്നുണ്ടാവും, ഒരു പക്ഷി പ്രാവാണ്, തോളത്തോ വടിയിലോ ഉണ്ടാവും. എന്നിട്ട് മുകളിൽ പോയിട്ട് അദ്ദേഹം എന്തൊക്കെയോ ചെയ്തിട്ട് റിച്വൽസ് ഉണ്ട് അവരുടെ, അത് കംപ്ലീറ്റ് ചെയ്തിട്ട് അദ്ദേഹം താഴെ വന്നിട്ട് വീണ്ടും വന്ന് തട്ടും. ചോദിക്കും തമ്പി തൂങ്ങിയാച്ചാന്ന് ചോദിക്കും. ഇല്ലടാ പടുത്ത് തൂങ്ങടാ എന്ന് പറഞ്ഞിട്ട് പോകും. അത് എല്ലാ പൗർണമിയും അവിടെ റെഗുലറായിട്ട് പുള്ളി കാണുന്നതാണ്. അപ്പം ഞാൻ ചോദിച്ചു സ്വാമി എനിക്ക് കാണാൻ പറ്റുമോ ഇനി? അപ്പം എന്നോട് പറഞ്ഞു ഒരു പൗർണമി ഇവിടെ വന്ന് നീ സ്റ്റേ ചെയ്യും, രാത്രി മുഴുവൻ ഇവിടെ കിടക്ക്, പറ്റും എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് അത് അവിടെ സ്റ്റേ ചെയ്യാനുള്ളൊരു ഭാഗ്യമൊന്നും കിട്ടിയില്ല. പക്ഷേ ഈ നന്ദീശ്വരവണ ബാബ പലതവണ എൻ്റെ വീട്ടിൽ വന്ന്
താമസിക്കുകയും ആരോടും അദ്ദേഹം പറയാത്ത കുറേ രഹസ്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് അതൊക്കെ സത്യമായിട്ട് എൻ്റെ അനുഭവത്തിൽ കൂടെ പല കാര്യങ്ങളും വന്നു. സത്യം പറഞ്ഞാൽ അന്ന് സ്വാമി പറഞ്ഞ ഒരു കാര്യമാണ് പിന്നീട് ജീവിതത്തിൽ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതി ആയിട്ട് മാറിയത്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, അനുഷ്ഠാനപരമായ കുറേ രഹസ്യങ്ങളിൽ പെട്ടതാണ് അതൊക്കെ. എന്തായാലും അത് അന്ന് ആ സ്വാമിയെ, വ്യാഘ്രപാദ സ്വാമിയെ കണ്ടത് ശരിക്കൊരു ട്വിസ്റ്റായിരുന്നു അന്ന്. അതിനുശേഷം വല്ലാത്ത മാറ്റമാണ് ജീവിതത്തിലേക്ക് വന്നത്. എന്നാൽ യോഗ ഇല്ലാണ്ടായി പോയി, നമസ്കരിക്കാനൊന്നും പറ്റിയില്ല. ആരാന്ന് അറിഞ്ഞിട്ടില്ലേ നമസ്കരിക്കാൻ പറ്റുള്ളൂ. ഈ മാറ്റം വന്നു എന്ന് പറയുന്നത് ഏത് രീതിയിലാണ്? സാധന നേരെയായി, സാധനയിലേക്ക് കടന്നു. സാധനയാണ് ജീവിതം എന്ന് തോന്നി ഒരു സമയമുണ്ടായി. അങ്ങനെ ഞാനൊരു പ്രത്യേക സ്ഥലത്ത് കുറേ കാലം ഇരുന്ന് പഞ്ചാക്ഷരി ജപിച്ചു. 10 ലക്ഷം ജപിച്ചിട്ടുണ്ട് അവിടെ ഇരുന്ന്. ആ ജപിക്കാനുണ്ടായ കാരണം ഈ സ്വാമിയാണ്. കാരണം ഇന്ന സ്ഥലത്തുനിന്ന് വിളിക്കുമെന്നും വിളിക്കുമ്പോൾ അവിടെ പോകണമെന്നും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ വച്ചിട്ടാണ് ഒരു വിശേഷ മന്ത്രദീക്ഷയായിട്ട് മൂർത്തിയോടുകൂടി തരികയും പിന്നീട് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അസറ്റായിട്ടത് മാറുകയും ഒക്കെ ചെയ്ത് അവിടെ വച്ചിട്ടാണ്. അതിന് ഉപോത്ബലകമായ ആദ്യത്തെ സംഗതി ഈ നന്ദീശ്വരവണ ബാബയെ കാണലായിരുന്നു. എന്തായാലും അന്ന് ആ വ്യാഘ്രപാദ മഹർഷിയെ ഞാനിപ്പോഴും വ്യക്തമായിട്ട് ആ കാഴ്ച എനിക്ക് ഓർമ്മയുണ്ട്, കണ്ടത്. പിന്നീട് നമുക്ക് മനസ്സിലായി അത് ഇന്നയാളാണ് എന്ന്. ഞാനത് പറയുമ്പം പുലിയുടെ കാല് പോലെയാണോ കൈ പോലെയാണോ പല്ലുണ്ടോ എന്നൊന്നും ചോദിച്ചാൽ എനിക്ക് ഓർമ്മയൊന്നുമില്ല. കൈകൾ വളരെ വ്യക്തമായിട്ട് കണ്ടു. 6 വിരലും നല്ലപോലെ കറുത്ത നഖം, ചെളി പിടിച്ച പോലത്തെ നഖം. 6 വിരലും ഉണ്ട്, നല്ല ഫങ്ഷനിങ് ആയിട്ടുള്ള 6 വിരൽ. നമ്മൾ സാധാരണ ആളുകൾക്ക് ഇങ്ങനെ ഒരു വിരൽ പോലെയൊക്കെ കാണുന്നത് അങ്ങനെയല്ല. ശരിക്കും 6 വിരലും ഫങ്ഷനിങ് ആണ്. അതുപോലെ 6 വിരൽ 2 കയ്യിലും. അങ്ങനെ ഞാൻ കണ്ടു. അപ്പോൾ ചോദിച്ചില്ലേ എന്താണ് 6 വിരൽ? ചോദിക്കാൻ പറ്റുമോ? ഇതൊക്കെ ഈ പറയുന്നതെല്ലാം ഒരു 10 സെക്കൻഡിൽ ഇതെല്ലാം കഴിഞ്ഞു. സ്വാമി അങ്ങ് പോയി. നമുക്കറിയില്ലല്ലോ ഇത് ആരാണ്. ആദ്യത്തെ വരുന്ന വരവിൽ എന്തോ ഒരു മാനസിക വൈകല്യമുള്ള ആരോ ആണ്, അല്ലെങ്കിൽ ആരോ മദ്യപിച്ചിട്ട് വരികയാണെന്നുള്ള ഒരു ചിന്തയാണ് ആദ്യം വന്നത്. കാരണം ആ രീതിയിലാണ് വരവ്. ഇവനുമായിട്ട് സംസാരിക്കുകയും തർക്കമല്ലേ, ഭ്രാന്തുള്ള ഏതോ ഒരു മനുഷ്യൻ അങ്ങനെ വന്നു. ഞാൻ ആദ്യം അങ്ങനെ വിചാരിച്ചു ഈ ഭൂപാലിനെ ഏതോ ഭ്രാന്തനെ പിടിച്ച് വഴി തടഞ്ഞു നിർത്തിയിട്ട് വല്ല കാര്യമുണ്ടോ, അങ്ങനെ മനസ്സിൽ കൂടെ വരുന്നത് ഈ വഴക്കായപ്പോഴേ. പെട്ടെന്ന് ഇവനെ എന്തിനാ സ്വാമി നമ്മൾ ചൂടാകുന്നത്, നമ്മളെല്ലാം ചോദിച്ചു എന്നല്ലോ, അറിയില്ലെങ്കിൽ വേണ്ട ഇല്ലെന്ന് പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചപ്പോഴേക്കും പുള്ളി പെട്ടെന്ന് ഇവനെ കെട്ടിപ്പിടിക്കുകയും തമ്പി സൊല്ലടാ ഓന് സൊല്ല് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എക്സ്ട്രീം എൻഡിലേക്ക് വന്നു. ഭയങ്കര വാത്സല്യത്തോടെ സംസാരിക്കുന്നത്. അവനതറിഞ്ഞപ്പോൾ അവനെന്തായിരുന്നു അനുഭവം? അവൻ ഇതൊന്നും പറയുമ്പോൾ ഒന്നും അദ്ദേഹത്തെ പറ്റിയൊന്നും അവനെ അറിഞ്ഞുകൂടാ. അവൻ അത്രയ്ക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു പയ്യനല്ല. അവൻ ആരോ ഒരു സ്വാമിയെ കണ്ടു എന്ന് മാത്രമേ അവന് മനസ്സിലായിട്ടുണ്ടാവുള്ളൂ. എൻ്റെ കൂടെയുള്ള നാരായണേട്ടൻ ഇങ്ങനെ കുടുകൂടാ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ സീരിയസ്നെസ് പുള്ളിക്ക് കിട്ടിയിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മനസ്സിലായി കാണുമായിരിക്കും ചിലപ്പോൾ. എന്തായാലും പുള്ളി എല്ലാത്തിനും ഇങ്ങനെ ഒരു ലൈറ്റായിട്ട് എടുക്കുന്ന ആളായതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇവർക്ക് എക്സൈറ്റ്മെൻറ്റ് വരാറുന്നതെന്ന് ഞാനിങ്ങനെ പലതവണ ആലോചിച്ചത് കണ്ടിട്ട്. എന്നുവെച്ചാൽ ഇവർക്കൊന്നും തോന്നുന്നില്ല, എനിക്ക് മാത്രമേ ഇങ്ങനെ തോന്നുന്നുള്ളല്ലോ. അതെ.